ചെങ്ങന്മാരെന്ന് വെള്ളിയാഴ്ച ഉണ്ട് രാവിലെ പ്രത്യേകിച്ചൊന്നും ഓട്ടല്ലേന് കേട്ടോ. പിന്നെ പള്ളിക്ക് പോകാനുള്ള മൈൻഡിൽ പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കേന് കേട്ടോ. അങ്ങനെ പിന്നെ പള്ളിയിലെത്തിട്ടോ. പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ കുത്തുപൊലിയണതിന് മുമ്പേ നമ്മൾ എത്തിയോണ്ട് കുറച്ച് നേരത്തെ ആയിട്ടൊന്ന് എത്തിയത്. അങ്ങനെ പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മുതലാളിൻ്റെ രണ്ടാമത്തെ പേരൊന്ന് പോയി നോക്കിയിട്ടോ. അവിടെ ഒന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ മേഡത്തിനും കൊണ്ട് രാത്രി ആട്ടോ പിന്നെ ട്രിപ്പ് കിട്ടി. അതുവരെ പിന്നെ ഉറങ്ങാൻ തന്നെ കേട്ടോ പണി. അങ്ങനെ പിന്നെ മേഡത്തിനും കൊണ്ട് പോയപ്പോഴാണ് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കയറി അവിടുന്ന് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് സാധനം വാങ്ങി പിന്നെ പോണത് മേഡത്തിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കേട്ടോ. അവിടെ പോയപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് നേരം വൈകും. അപ്പം ജി വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ആരെങ്കിലും വീട്ടിൽ പോയി നിന്നോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ കമ്പനിക്കാരൻ്റെ അടുത്തേക്ക് പോയിട്ട് നമ്മളെ സ്വന്തം നാട്ടുകാരൻ്റെ അടുത്തേക്ക് എനിക്ക് നമ്മളെ കണ്ടപ്പോൾ ചെറിയൊരു മടി. പിന്നെ അതും കഴിഞ്ഞ് അവരോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പോണത് ഇവിടുത്തെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കേട്ടോ. അങ്ങനെ ഇവൻ്റെ വീട്ടിൽ പോയപ്പോൾ നാളെ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാണ്ടി നിൽക്കേനി. അപ്പോൾ ഓൻ്റെ ഫോണൊക്കെ നോക്കിയിട്ട് ഞാൻ ചെറിയൊരു ഫോണൊക്കെ ഓൻ്റെ കയ്യിലുണ്ട്. ഓൻ്റെ മുഖത്താണെങ്കിൽ നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് കുറച്ചുകൂടി സാധനം വാങ്ങാണ്ട് പറഞ്ഞപ്പോൾ ഓൻ്റെ ഒപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി. അപ്പോൾ ഓൻ കുറേ സാധനങ്ങളൊക്കെ തിരയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കോട്ടെ നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാമെന്നുള്ള മൈൻഡിൽ ഞാനും ചുറ്റാൻ പോയപ്പോഴാണ് ജാസിൻ്റെ കയ്യുമ്മ കിടക്കാൻ വാച്ച് കണ്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോയിട്ടോ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും ഫോളൊക്കെ ഒന്ന് അടിക്കിട്ടോ നിങ്ങൾ.